മടിയുള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. നല്ല സിമ്പിൾ ആണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ. അപ്പൊ ആദ്യം നമ്മൾ മിക്സിന്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ തേങ്ങയിലേക്ക് ഒരു ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയതും പിന്നെ 1 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട കേട്ടോ, ചെറുതായിട്ട് ചതച്ചെടുത്താൽ മതി. ഇനിയിപ്പോ നമുക്ക് 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങന്റെ മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ഇത് കുഴച്ചെടുക്കാം. പിന്നെ ഓരോരുത്തരും എടുക്കുന്ന അരിപ്പൊടി വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പച്ചവെള്ളമോ ചൂടുവെള്ളമോ നോക്കിയിട്ട് എടുക്കണേ. ഇതിപ്പോ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ. അപ്പൊ നമ്മളിത് നന്നായിട്ട് നമ്മൾ പത്തിരിക്കെല്ലാം കുഴക്കുന്നില്ലേ അതേപോലെ തന്നെ കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആക്കിയിട്ട് എടുക്കുക. ഇനിയിപ്പോ ഇതുപോലത്തെ ഒരു സ്റ്റീമർ എടുക്കുക. അതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് നമുക്ക് തട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് തട്ടിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ കയ്യിലും കൂടി കുറച്ച് ഓയിൽ ആക്കി കൊടുക്കണം. എന്നിട്ട് കുറച്ച് കുറച്ച് മാവ് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഉരുട്ടി കൊടുക്കാം. ഞാനിപ്പോ ഇതാ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം. പക്ഷെ ഈ ഒരു ഷേപ്പിലാവുമ്പോൾ കാണാനും നല്ല രസമുണ്ടാവും. അപ്പൊ ഇതാ ഞാൻ ഇതേപോലെ എല്ലെണ്ണം റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല. മൊത്തം നമ്മൾ റെഡിയാക്കിയതിന് ശേഷം മാത്രമേ ഗ്യാസ് ഓൺ ആക്കേണ്ടിയുള്ളൂ. ഇനിയിപ്പോ നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു മസാല റെഡിയാക്കാനുണ്ട്. അപ്പൊ അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കണേ. ഞാനിതിപ്പോ വലിയ സൈസിലുള്ള 3 ഉള്ളിയാണ് കേട്ടോ എടുത്തത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഉള്ളി ആദ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോ നല്ലോണം മസാല വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഉള്ളി എടുത്താൽ മതി. അല്ല നിങ്ങൾക്ക് കുറച്ച് മസാല മതി എന്നുണ്ടെങ്കിൽ ഉള്ളി കുറച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഈ ഉള്ളി വാടി വന്നാല് നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കണേ. ഞാനൊരു 3 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും 2 ടീസ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കൂടുതൽ എരിവൊന്നും വേണ്ട എന്നുള്ളവരാണെങ്കിൽ മസാലയെല്ലാം കുറച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതാ ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് നല്ല സ്പൈസി ആയിട്ടാണ് ഇഷ്ടം. അപ്പോൾ മസാലയെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പൊടിന്റെ പച്ചമണമെല്ലാം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കഴിഞ്ഞാല് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേ വേണ്ട കേട്ടോ, കുറച്ച് മാത്രം ഒരു 1-2 സ്പൂണ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ചൊന്നൊരു ജ്യൂസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ ഇത്രയും മതി, നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അപ്പോഴേക്കും ദാ ഇത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ ചൂടെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. ചൂട് പോയതിനു ശേഷം മാത്രം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കട്ടോ. അപ്പൊ ഇത് കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പൊ ദാ ഇതിന്റെ ചൂടെല്ലാം ഇപ്പൊ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് വലിയ പാത്രത്തിലാക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പൊ ഞാനിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി. ഇതുപോലെ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കണം. ഈ ഒരു ഐറ്റത്തിലേക്ക് മസാല നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം വേണമെങ്കിൽ മാത്രം ഓൺ ആക്കിയാൽ മതി കേട്ടോ. ഓൺ ആക്കിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി നിങ്ങൾ ഫ്ലെയിം ഓൺ ആക്കുന്നുണ്ടെങ്കിൽ ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതിയേ. അപ്പൊ ഇതുപോലെ നമ്മൾ 1-2 മിനിറ്റോളം നന്നായിട്ട് മിക്സ് ആക്കി എടുത്താല് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും. നല്ല ടേസ്റ്റ് ആണ്, നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് മടിയുള്ള ദിവസമെല്ലാം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.